എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ചില സ്ത്രീകൾക്ക് ചില സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ആർത്തവം വരാത്ത ഒരവസ്ഥ, അതായത് ബ്ലീഡിങ് ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മരുന്ന് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. വളരെ എളുപ്പം കിട്ടുന്ന ഒരു മരുന്നാണ്, എല്ലാവർക്കും പരിചയമുള്ള ഒരു മരുന്നാണ്. ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് ഗുണമുണ്ടാവും. പക്ഷേ കഴിയുന്നതും പ്രസവം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് ഇത് ചിലപ്പോൾ പ്രസവം ഇല്ലാതാക്കുന്ന ഒരവസ്ഥ, അതായത് പ്രഗ്നൻ്റ് ആവാത്തൊരവസ്ഥ ഇതുകൊണ്ടുണ്ടാക്കും. ഗർഭനിരോധനം എന്ന് പറയുന്ന സംഗതി ചിലപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കും. അത് കാരണം ചെറിയ കുട്ടികളൊന്നും ഇത് കഴിക്കാതിരിക്കുക. ഇനി ഒരുപാട് പ്രസവമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആർത്തവം വരാതിരിക്കുന്നൊരവസ്ഥയിൽ ഈ ഒരു മരുന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പ്രയോഗിക്കാൻ പറ്റും. വളരെ നല്ലൊരു നാട്ടുമരുന്നാണ്. അതായത് 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ, അത് ചുവന്ന ചെമ്പരത്തിപ്പൂ തന്നെ വേണം, നാടൻ ചെമ്പരത്തിപ്പൂ എടുക്കുക. എന്നിട്ട് ഇതും കറ്റാർവാഴയുടെ നീരും രണ്ടും കൂടി ചേർത്തതിന് ശേഷം ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർത്തവം വളരെ പെട്ടെന്ന് ഉണ്ടാവും. ആർത്തവം നിന്നിട്ടുള്ള സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവും. പക്ഷേ ഗർഭിണികൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭം അലസിപ്പോകുന്നുള്ള കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഈ രീതിയിലുള്ള ആർത്തവം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ആർത്തവം ഉടൻ തന്നെ വരും. അതിനുള്ള ഒരു ഇതാണ് ഇത്. ഇനി ചിലർക്ക് ഓവർ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് വെള്ള ചെമ്പരത്തിപ്പൂവാണ്. വെള്ള ചെമ്പരത്തിപ്പൂ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വരുന്ന രക്തസ്രാവത്തെ നിർത്തും. പക്ഷേ ചുവന്ന ചെമ്പരത്തിപ്പൂ കഴിക്കുകയാണെങ്കിൽ നിന്നിരിക്കുന്ന ആർത്തവം വീണ്ടും ഉണ്ടായി വീണ്ടും രക്തസ്രാവം വീണ്ടും ഉണ്ടാവും, ആർത്തവം വീണ്ടും ഉണ്ടാവാനുള്ളൊരു ഇതാണ്. ഇത് പണ്ടത്തെ ഗ്രഹവൈദ്യ ചികിത്സയിലെ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇത്. അപ്പോൾ അത് കാരണം ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ആർത്തവം വരാതിരിക്കുന്ന അവസ്ഥയിൽ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആർത്തവം ഉണ്ടാവും, സ്രാവം വീണ്ടും തുടങ്ങും. അപ്പോൾ അത് സ്ത്രീകൾക്കുള്ള ഒരു നല്ലൊരു ടിപ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.